വിദേശത്ത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല സംഘടനകളും നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനത്തെ നോമ്പുതുറയിൽ നോമ്പുതുറയുടെ മുമ്പായി മൗലൂദ് ചെല്ലാറുണ്ട്. ഇത്തരം നോമ്പുതുറയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. ചോദിച്ചിട്ടുള്ളത് ഈ വിദ്അത്തുകൾ ഉള്ള സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ്. അപ്പോ നോമ്പുതുറ ഒരു വലിയ പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് തുറപ്പിക്കാൻ മൻ ഫത്തറ സ്വാഇമൻ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്. അപ്പോ അത്തരം നോമ്പുതുറ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കുന്ന ഇത്തരം ബിദ്അത്തുകൾ, ആ ബിദ്അത്തുകൾ അവിടെയുണ്ട് എന്ന് നമുക്കറിയുമെങ്കിൽ നമ്മൾ അത്തരം നോമ്പുതുറ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കരുത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷിർക്ക്, കുഫ്ർ, ബിദ്അത്ത് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് എത്ര കണ്ട് നമുക്ക് അകലാനും വിട്ടുനിൽക്കാനും കഴിയുമോ അത്ര കണ്ട് വിട്ടുനിൽക്കുകയും അകലുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ സദസ്സുകളിൽ നമ്മൾ പോയിരുന്ന് ആ ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ആളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഇങ്ങനത്തെ സദസ്സുകളിൽ ഈ മൗലിദ് പാരായണവും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ലഅനത്ത്, കാരണം ദീനിൽ കടത്തിക്കൂട്ടുന്നത് അള്ളാഹുവും റസൂലും, ലഅനത്ത് ഉള്ള റസൂലിന്റെയും അള്ളാഹുവിന്റെയും ഒക്കെ ശാപമുള്ള പ്രവർത്തനമാണ്. അത്തരം സദസ്സുകളിൽ നമ്മൾ ഒരിക്കലും പോയിരിക്കാൻ പാടില്ല എന്നതാണ് ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതല്ലാത്ത രൂപത്തിലുള്ള മുസ്ലിം കൂട്ടായ്മകളും മറ്റുമൊക്കെ നടത്തുന്ന വ്യത്യസ്തങ്ങളായ നോമ്പുതുറ പ്രോഗ്രാമുകളും മറ്റുമൊക്കെ, അതിലൊക്കെ നമുക്ക് പങ്കെടുക്കുന്നതിന് വിരോധമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അലം.